എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആധാർ പുതുക്കാത്തവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആധാർ അനുബന്ധ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി 1 വർഷം കൂടി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2027 ജൂൺ 14 വരെയാണ് ആധാർ ഉടമകൾക്ക് മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള രേഖകൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് സാധിക്കുക. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ കാര്യം അറിയിച്ചത്. 2026 ജൂണിൽ അവസാനിക്കേണ്ടതായിരുന്നു ഇത്. ഈ സൗകര്യം മൈ ആധാർ പോർട്ടലിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കൂടാതെ തിരിച്ചറിയൽ രേഖ, വിലാസ തെളിവ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളുടെ അപ്ഡേഷനുകൾക്ക് ഇത് ബാധകമാണ്. ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള 25 രൂപ നിരക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അക്ഷയ സെന്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും. myAadhar.uidi.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ വഴിയാണ് രേഖകൾ പുതുക്കേണ്ടത്. സൗജന്യമായിട്ട് പുതുക്കാമെങ്കിലും നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അതായത് 10 വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതാണെന്നല്ല. നിങ്ങൾ ഫോട്ടോ മാറ്റുക, ബയോമെട്രിക് പുതുക്കുക, ഇതൊന്നും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ സാധിക്കുകയില്ല. ചില ബാങ്കിംഗ് അറിയിപ്പുകളാണ്. രാജ്യത്തെ മുൻനിര പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI അടുത്ത ആഴ്ച തുടർച്ചയായിട്ട് 5 ദിവസം മുടങ്ങും. SBI എംപ്ലോയീസ് ഫെഡറേഷൻ ഫെബി ആഹ്വാനം ചെയ്തിട്ടുള്ള ദേശീയ പണിമുടക്ക് കാരണമാണിത്. 25-26 തീയതികളിലാണ് പണിമുടക്ക്. സ്ഥിരം ജോലിക്ക് പുറം കരാർ നൽകുന്നത് അവസാനിപ്പിക്കുക, ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലും ക്ലിനിക്കൽ വിഭാഗങ്ങളിലും സ്ഥിര നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മെയ് 24 ഞായറാഴ്ചയാണ്. പിന്നെ തിങ്കളും ചൊവ്വയാണ് പണിമുടക്ക് വരുന്നത്. പിന്നെ ബക്രീദ് അവധിയും ഉണ്ട്. ഇങ്ങനെയാണ് 5 ദിവസത്തെ അവധി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബാങ്കിംഗ് അറിയിപ്പാണ് പറയുന്നത്. വായ്പ എടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായി ലോക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുമതി നൽകും. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് ചട്ടം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചു. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായി ചട്ടം ഉണ്ടായിരുന്നില്ല. വായ്പ തിരിച്ചു പിടിക്കുന്നതിനായി ഫോണുകൾ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവകാശങ്ങളെയും സ്വകാര്യതയെയും ബാധിക്കുമെന്ന ആശങ്കകൾ നേരത്തെ ഉയർന്നിരുന്നു. അതേസമയം ഫോണിന്റെ വായ്പയല്ലാത്ത പൊതുവായ്പകൾ കുടിശ്ശികയായാൽ ഇത്തരത്തിൽ ഫോണിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെയാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. വായ്പ കുടിശ്ശികയായി 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്താനാകൂ. മൊബൈൽ ഫോൺ വായ്പകൾ കുടിശ്ശികയായി 60 ദിവസം കഴിഞ്ഞാൽ ധനകാര്യ സ്ഥാപനം നോട്ടീസ് നൽകണം. തുടർന്ന് 21 ദിവസം തിരിച്ചടവിന് അനുവദിക്കണം. എന്നിട്ടും പണം അടച്ചിട്ടില്ലെങ്കിൽ ഒരാഴ്ച കൂടി സമയം അനുവദിച്ച് രണ്ടാമത്തെ നോട്ടീസ് നൽകണം. ഫോൺ ലോക്ക് ചെയ്യാൻ വായ്പ കരാറിൽ ഉപഭോക്താവിന്റെ സമ്മതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇന്റർനെറ്റ്, കമ്മിങ് കോളുകൾ, NSOS സേവനങ്ങൾ, സർക്കാരിന്റെ ജാഗ്രതാ സന്ദേശങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ഫോണിൽ നിയന്ത്രിക്കാൻ പാടില്ല. കുടിശ്ശികയായ പണം തിരിച്ചടച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിയന്ത്രണങ്ങൾ നീക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ മണിക്കൂറുകൾക്കും 250 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം. ലോക്ക് ചെയ്ത ഫോണുകളിലെ വ്യക്തിഗത വിവരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വായ്പ തിരിച്ചടച്ചാൽ ഉടൻ തന്നെ ലോക്ക് ചെയ്തിട്ടുള്ള ആപ്പുകൾ നീക്കം ചെയ്യണം. ലോൺ മുൻകൂറായി അടച്ചു തീർക്കുന്നതിനും വ്യക്തികൾക്ക് അവകാശം ഉണ്ടായിരിക്കും. ഫോൺ ലോക്കിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും സംവിധാനം വേണം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അനുവദിച്ചതിന് പിന്നാലെ സ്ത്രീ സുരക്ഷാ പെൻഷൻകാർക്കും സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള
അറിയിപ്പുകൾ വരുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവോ അറിയിപ്പോ ലഭിച്ചിട്ടില്ല എങ്കിലും പദ്ധതി തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മന്ത്രിമാർക്ക് വേണ്ട പദവികളെല്ലാം ഇപ്പോൾ തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. ഇതിൽ ഇപ്പോൾ മന്ത്രിയായിട്ടുണ്ട് KM ഷാജിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലൂടെ നടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതായത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിട്ടും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വീണ്ടും അപേക്ഷിക്കുന്നതിന് വേണ്ടി KSMART സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട്, അതായത് 2 മാസത്തോളമായിട്ട് ഇതിൽ പുതിയ അപേക്ഷകൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വകുപ്പ് മേധാവികളിൽ നിന്നും പദ്ധതി വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുള്ള, അതായത് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് നിർത്തലാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വീണ്ടും തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1000 രൂപ വീതം BPL വിഭാഗത്തിൽപ്പെട്ട 35 മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ, അതായത് വിധവാ പെൻഷനോ ഭിന്നശേഷി പെൻഷനോ ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഇനിയും ഇതിലേക്ക് അപേക്ഷിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്ന് പോകുന്നില്ല, വീണ്ടും 1000 രൂപ വീതം എല്ലാ മാസവും ലഭിക്കും. കുടിശ്ശികയായിട്ടുള്ള, അതായത് ഏപ്രിൽ മാസത്തേതും മെയ് മാസത്തേതും കുടിശ്ശികയാണ്. ഈ മാസം അത് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം. അപ്പോൾ 2 മാസത്തേത് കുടിശ്ശികയാവും. ആ കുടിശ്ശിക കിട്ടുമോ എന്ന് നമുക്കറിയില്ല. പദ്ധതി തുടർന്നു പോവുകയാണ് എങ്കിൽ കുടിശ്ശിക കിട്ടും. കഴിഞ്ഞ സർക്കാർ അത് തുടങ്ങുകയും പിന്നീട് മാർച്ചോട് കൂടിയിട്ട് നിർത്തലാക്കുകയും ചെയ്ത പദ്ധതിയാണ്. അപ്പൊ വീണ്ടും തുടങ്ങുകയാണ് എങ്കിൽ കുടിശ്ശിക കിട്ടില്ല. തുടർന്നു പോവുകയാണ് എങ്കിൽ കുടിശ്ശികക്ക് അർഹത ഉണ്ടാകുന്നതാണ്. കുടിശ്ശിക ലഭിക്കുകയാണ് എങ്കിൽ ഓരോ ഗുണഭോക്താവിനും അടുത്ത മാസം 3000 രൂപ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇല്ലെങ്കിൽ 1000 രൂപ അടുത്ത മാസം ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ ദിവസം നമ്മൾ പല വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചതാണ്. സംസ്ഥാനത്ത് മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി VD സതീശൻ 1070 കോടി രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇപ്രാവശ്യം VD സതീശൻ തന്നെയാണ്. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് തുടങ്ങും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. 3000 രൂപയിലേക്ക് പെൻഷൻ എത്തും എന്ന വാഗ്ദാനം UDF സർക്കാരിൻ്റെതാണ്. അത് എപ്പോൾ എത്തും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. കാരണം ഘട്ടങ്ങളായിട്ടാണ് അത് വർദ്ധിപ്പിക്കുക. ബജറ്റുകളിൽ 100, 200 ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് 3000 ആക്കുന്ന നടപടിയാണ് ഉണ്ടാകുക. അല്ലാതെ ഒറ്റയടിക്ക് 3000 ആകും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. അപ്പൊ എന്തായാലും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 25 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം എത്തുക. കയ്യിലേക്ക് 2 ദിവസത്തിന് ശേഷവും എത്തിച്ചേരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ